Hi, hello, welcome. This is Jesslyn and I'm 27 years old. ഈ വ്ളോഗ് എടുക്കുന്നത് ജനുവരി 5-ാം തീയതി കേട്ടോ. അന്ന് ഞങ്ങളുടെ പപ്പയുടെയും അമ്മയുടെയും 39ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പം മോൾ രാവിലെ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ മോളും കൂടെ വന്നിട്ട് നമുക്ക് വൈകിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചു. അപ്പം അവൾ വന്നിട്ട് ഒരു 5 മണിക്ക് ശേഷം കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. കൊട്ടാരക്കര പോകുന്ന വഴി ഒരു പുതിയ കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പപ്പ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ നോക്കാം എന്ന് വെച്ചു. അവിടെ ചെന്ന് കണ്ടപ്പോഴേ നമ്മൾ ഓക്കെ ആയിരുന്നു. കാരണം അത്ര കാം ആൻഡ് ക്വയറ്റ് സ്ഥലം കേട്ടോ. നല്ല ആംബിയൻസും നല്ല വൈബും. നമുക്ക് അങ്ങനെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് പോയി ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണത്. അതും കൂടാതെ അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സെക്യൂറായിട്ട് തന്നെ കേട്ടോ അവർ ചെയ്തേക്കുന്നത്. കാരണം ചുറ്റിനും ഒരു ഫെൻസ് പോലെയൊക്കെ കെട്ടി അങ്ങനെ സെക്യൂറായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ മറ്റേ ജമ്പ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർ അതിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ടിരുന്നോളും. ലാസ്റ്റിൽ അപ്പൂന് അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ പ്ലേ ഏരിയയിൽ തന്നെ കുറച്ച് ചെയറും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേരൻസിൻ്റെ സൂപ്പർവിഷനിൽ പിള്ളേർക്ക് അവിടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ അവർ ആ കഫേ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അവിടെ തന്നെ ഒരു ചായ് സ്പോട്ടും അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടീ, കോഫി, സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കൗണ്ടർ തന്നെ ഉണ്ട്. അപ്പം അവിടെയും കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. പിന്നെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഷവായി, ഷവർമ, പിന്നെ ബർഗർ, സാൻഡ്വിച്ച്, അൽഫാം അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ. അതിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇപ്പോൾ അൽഫാമിൻ്റെ തന്നെ മെക്സിക്കൻ അൽഫാം, ടർക്കിഷ് അൽഫാം, പിന്നെ സ്പൈസി അൽഫാം, അങ്ങനെ അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി, എല്ലാത്തിൻ്റെയും കുറേ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നേ. അതുമാത്രമല്ല നോർമലായിട്ടുള്ള റേറ്റാണ്. അങ്ങനെ റേറ്റ് കൂടുതലായിട്ട് മേടിക്കും അങ്ങനെയൊന്നുമില്ല. നോർമലായിട്ടുള്ള റേറ്റും തന്നെയായിരുന്നു. ഇത് കഫയ്ക്കകത്തുള്ള വീഡിയോ ആണ്. അതും അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ കേട്ടോ അവർ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ അൽഫാമും ഷവർമയാണ് ഓർഡർ ചെയ്ത് എനിക്കൊന്നൊരു മാക്സിമം ഒരു 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്തില്ല, ഒരു 15 മിനിറ്റ്സേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ പിള്ളേരന്നേരവും അവിടെ കളിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പിള്ളേർ തന്നെയാണ്. അപ്പോൾ ലല്ലുവാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം അത്രമാത്രം അവരന്ന് കിടന്ന് ചാടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പിള്ളേർ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ അതിന് മുന്നേ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചായ കുടിച്ചിട്ടൊക്കെ ആട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പപ്പ പിന്നെ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. നമ്മൾ ഷവർമയും അൽഫാമുമാണ്, മെക്സിക്കൻ അൽഫാമാണ് ഓർഡർ ചെയ്തത്. രണ്ടും സൂപ്പർബായിരുന്നു. ഫുഡ് ക്വാളിറ്റിയൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ഒരു കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് വാളകത്താണ്. അപ്പോൾ ഇതാട്ടോ വാളകം ടൗൺ ഇതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.